ഫ്രണ്ട്സ്, എന്തുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് കുറവാണ്. അപ്പോൾ ഇന്നൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നോമ്പല്ലേ വരുന്നത്. അപ്പോൾ നോമ്പിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. കാണുമ്പോൾ എങ്ങനെയുണ്ട്, നല്ല അടിപൊളി കിളിക്കോളും അറിയില്ല. അപ്പോൾ ഇത് കാടൻ മുട്ട വെച്ചിട്ട് തയ്യാറാക്കിയ നല്ല അടിപൊളി സ്നാക്സാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല മുട്ടുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കട മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കി വരാം. അപ്പോൾ നോമ്പിനെല്ലാം നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രീ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനെടുത്തിട്ട് പൊരിക്കാൻ വേണ്ടു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇത് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്. അപ്പോൾ വീഡിയോ ലെങ്താണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തൊന്നും വേവിക്കുന്ന കാണിക്കാണ്ടതിന്. അതുപോലെ ഉരുളക്കിഴങ്ങ് 7 എടുത്തിട്ട് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 1 കിലോയിൽ കുറച്ച് കുറവായിട്ടുണ്ട്. 1 കിലോ വാങ്ങിയിട്ട് 2 ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് ഞാൻ പുഴുങ്ങിയത് കേട്ടോ. അപ്പോൾ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പിന്നെ പച്ചമുളക്, കറിവേപ്പിലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ ഒരു ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് രണ്ടൊന്ന് ഇത് പൊടിച്ചിട്ടും വരാം, അത് ഉടച്ചിട്ടും വരാം കേട്ടോ. അതുപോലെ തന്നെ ഞാനിത് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. 30 മുട്ടയാണ് കേട്ടോ പുഴുങ്ങി വെച്ചത്. ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ സംഭവിച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെങ്ങനെ ഇതിൻ്റെ മസാല ആദ്യം തയ്യാറാക്കണം നോക്കാം. അപ്പോൾ ഇഫ്താറിനെല്ലാം തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാടൻ മുട്ട വെച്ചിട്ടുള്ള കിളിക്കൂടാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാക്കേണ്ട അതിലേക്ക് നമുക്ക് കറിവേപ്പില കൊടുക്കുന്നത് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായി തന്നെ വഴറ്റിയെടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാല 1/2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വന്നിട്ട് ഇത് ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊരു കപ്പ് ചേർത്ത് കൊടുക്കാം. അത് ചിക്കനെ വേവിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതാണ് കേട്ടോ. ചിക്കൻ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ മസാലപ്പൊടികളെല്ലാം ചിക്കനിലേക്ക് ആവുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നേരത്തെ ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചിട്ടുണ്ടല്ലേ, അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാനിത് ഉരുളക്കിഴങ്ങ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാനിത് ഉരുളക്കിഴങ്ങ് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ആക്കുന്ന ടൈമിന് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചതാണല്ലോ, അതുപോലെ ചിക്കനും കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള ഉപ്പിട്ടണല്ലേ, അത് അപ്പം മറന്നു വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഒരു കപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് കലക്കിയിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ഉപ്പ് നോക്കിയിട്ട് ആദ്യം തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇടാൻ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഉരുട്ടയാക്കിയിട്ട് വെക്കുന്ന നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഞാനിത് 1.5 സ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്ന് മുക്കിയെടുത്തിട്ട് സേമിയത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി തന്നെ മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുട്ടേൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കിവിടെ മാറ്റി വെച്ച് കൊടുക്കാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ സേമിയ ഉണ്ടല്ലോ, സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. സേമിയ എന്ന് വെച്ചാൽ ബർഫിയെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സേമിയാണ്. അപ്പോൾ ചെറിയ സേമിയ എടുത്തത്. അപ്പോൾ അത് ഞാനിത് കുറച്ചുകൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ബ്രെഡിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ പൊടിയും സേമിയയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ കോട്ട് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഇനി ആദ്യം തന്നെ നമുക്ക് ഒരു ചെറിയ ഉരുള എടുക്കാം. അപ്പോൾ ചെറിയ ഉരുള എടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം. പരത്തിയതിന് ശേഷം നമുക്ക് മുട്ടൻ്റെ മേലെയായിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് ഇതുപോലെ നല്ല അടിപൊളി തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഈ സംഭവം ഉണ്ടല്ലോ, ഇതിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം. എന്നിട്ട് നാലാം വശത്താക്കിയതിന് ശേഷം നമുക്ക് സേമിയൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഇതിനെ പ്രസ് ചെയ്തിട്ട് ഒന്ന് പിടിപ്പിക്കാം. പിന്നെ ചെറുങ്ങനെ ഒന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേ വേണ്ടൂ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സംഭവം ആദ്യം മസാല എല്ലാം വെന്ത മസാലയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് ഒന്ന് എണ്ണയിലിടേണ്ട ആവശ്യമുള്ളൂ. നന്നായി തന്നെ നമുക്കിതിലേക്ക് ഇതുപോലെ സേമിയം പിടിപ്പിച്ചിട്ടെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഉരുളകളും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഞാനിത് എല്ലാം ഇങ്ങനെ ഉരുട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് എല്ലാം ഒന്നിച്ചിട്ട് മുക്കിയെടുത്തിട്ട് പൊട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. വളരെ എളുപ്പമാണ്. കാട മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് തന്നെ ആക്കണം. വലിയ മുട്ട നമുക്ക് വലിയ മാവ് ഇതൊക്കെ മസാലയിൽ വേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് തന്നെ നമുക്ക് നോമ്പിനെല്ലാം ആക്കാൻ പറ്റുന്ന റെഡിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ മാവ് എടുത്തിട്ടില്ല, ഫുൾ മസാല എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അതിനെക്കൊണ്ട് നമുക്ക് കട്ട്ലറ്റ് വേണമെങ്കിൽ കട്ട്ലറ്റ് ഉണ്ടാക്കാം. കട്ട്ലറ്റ് എന്ന് പറഞ്ഞാൽ സേമിയ ഇടണ്ട, ബ്രെഡ് ക്രബ്സ് മാത്രം ഇട്ടാൽ മതി. ബ്രെഡിൻ്റെ പൊടി മാത്രം ഇട്ടിട്ട് നമുക്ക് മുക്കിയിട്ട് കോട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആക്കി തന്നെ നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് ആവശ്യത്തിന് അനുസരിച്ചിട്ട് പൊരിക്കുകയും ചെയ്യാം. അപ്പോൾ മൊത്തത്തിലായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ സേമിയ കോട്ട് ചെയ്യാം. നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഇടാം, മൊത്തത്തിലായിട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ വെച്ചിട്ട് കുറച്ച് നന്നായി തന്നെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായി ഇതിന് പിടിക്കും. കണ്ടില്ലേ, നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായി തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ കിളിക്കൂട് എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3 വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കിളിക്കൂട് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിത് ഫസ്റ്റ് ആയതെല്ലാം ഇങ്ങനെ കോരി എടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കിളിക്കൂടും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഫ്താറിന് നല്ല ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയുകയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.